ഇന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൽ ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സിലിണ്ടറിക്കൽ റോളർ ഈസ് ഇൻ കോണ്ടാക്ട് അറ്റ് ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് ടു കൺവെയർ ബെൽറ്റ്സ് എ ബി ആൻഡ് ഡി ഇ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇഫ് the belts run at uniform speeds of 3 meter per second and 2 meter per second respectively, find the angular velocity of the roller when the velocities are in same direction. And second question, the direction of velocities are opposite. And consider the diameter of the roller is 40 centimeter. Okay, and the figure ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ ഇതാണ്. ഇതൊരു സിലിണ്ടറാണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്, ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചത്. ഇങ്ങോട്ട് ബാക്കോട്ട് ശരിക്കും സിലിണ്ടർ ഉണ്ട്. അത് രണ്ട് ബെൽറ്റിൻ്റെ ഇടയിലാണ്, കൺവെയർ ബെൽറ്റ്. അപ്പോൾ ഈ ബെൽറ്റ് രണ്ട് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡും ഇതിൻ്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡുമാണ്. സോ ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതും ഈ വീലും നമുക്ക് ഒരു പൊസിഷനിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് ഈ വീലിനെ നമ്മൾ റോൾ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷനാണിത്. ഈ കോണ്ടാക്ട് പോയിന്റ് പി ആണ്, ഇത് ക്യൂ ആണ്. ഇതിൻ്റെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ്, ഇതിൻ്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. നൗ ഫസ്റ്റ് കേസ് 1. കേസ് 1ൻ്റെ ഫിഗറാണ് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വെലോസിറ്റീസ് ആർ ഇൻ സെയിം ഡയറക്ഷൻ, രണ്ടും ഒരേ ഡയറക്ഷനാണ്. സോ കേസ് 1 മീൻസ് the velocities are in same direction. Velocities are in same direction. Okay, so ഈ കേസിൽ നമുക്ക് ഈ വെലോസിറ്റി അറിയാം, 2 മീറ്റർ പെർ സെക്കൻഡും 3 മീറ്റർ പെർ സെക്കൻഡും, അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും അറിയാം. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. ആദ്യം ഈ പ്രോബ്ലത്തിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എവിടെ വരും എന്ന് ലൊക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ക്വസ്റ്റ്യനിൽ ഈ ഡയമീറ്റർ ഓഫ് ദ വീൽ ഈസ് ഗിവൺ ആസ്, ദിസ് ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് 40 സെൻറ്റിമീറ്റർ. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, so here we are assuming pure rolling ആണ്. there is no slipping between this belt and this disc. ഈ പോയിന്റിൽ സ്ലിപ്പിംഗ് ഒന്നുമില്ല. അതേമാതിരി ഇവിടെയും രണ്ട് ബെൽറ്റും ഈ വീലും തമ്മിൽ സ്ലിപ്പിംഗ് ഒന്നുമില്ല, പ്യുവർ റോളിംഗ് ആണ്. ദാറ്റ് മീൻസ് there is no slipping means the velocity of this belt 3 meter per second. അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും ഈ പോയിന്റ് പിയിലും ഉണ്ടാവുക. രണ്ടും ഡിഫറെൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ അവിടെ സ്ലിപ്പിംഗ് വരും. ബട്ട് വി ആർ അസ്യൂമിങ് പ്യുവർ റോളിംഗ്, സോ ദർ ഈസ് നോ സ്ലിപ്പിംഗ് ബിറ്റ്വീൻ ദ വീൽ ആൻഡ് ദ ബെൽറ്റ്. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഓഫ് ദ ബെൽറ്റ് എ ബി, വി എ ബി will be equal to the velocity at point P. Okay, so from first assumption, if there is no slipping, velocity of P, the point P will be 3 meter per second. Okay, similarly here also from the bottom point, here the conveyor belt velocity is 2 meter per second. അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും ഈ പോയിന്റ് ക്യൂവിലും ഉണ്ടാവുക. സോ വി ക്യാൻ ടേക്ക് വെലോസിറ്റി ഓഫ് ക്യൂ ഈസ് ഓൾസോ 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാം? നമുക്ക് രണ്ട് വെലോസിറ്റി അറിയാം, അതിൻ്റെ ഡയറക്ഷനും അറിയാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് വി ഹാവ് ടു ലൊക്കേറ്റ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു വെലോസിറ്റി ഡയഗ്രാം മാതിരി ഒന്ന് വരച്ചു നോക്കിയാൽ, സപ്പോസ് ദിസ് ഈസ് പോയിന്റ് പി, ഇവിടുത്തെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അപ്രോക്സിമേറ്റ് മാഗ്നിറ്റ്യൂഡ് 3 മീറ്റർ പെർ സെക്കൻഡിൽ ഞാൻ വരച്ചു. ഓക്കെ, ദെൻ വെലോസിറ്റി ഓഫ് പോയിന്റ് ക്യൂ
സപ്പോസ് ദിസ് ഈസ് പോയിൻറ്റ് ക്യൂ, ഇത് പോയിൻറ്റ് ക്യൂ ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ 2 മീറ്റർ സെക്കൻഡ് ആയതുകൊണ്ട് ഈ ലെങ്ത് ഞാൻ കുറച്ച് ചെറിയ ലെങ്ത്താണ് വരച്ചത്. ഇത് 3 മീറ്റർ പെർ സെക്കൻഡ് കുറച്ച് ലാർജർ ലെങ്ത് വരയ്ക്കാം. നിങ്ങൾ സ്കെയില് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ജോമെട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാക്ട് ഡയമെൻഷനിൽ നിന്നൊക്കെ വരച്ചാലും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ ഡിസ്റ്റൻസ് പി ക്യൂ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദ ഡിസ്റ്റൻസ് പി ക്യൂ ഈസ് നത്തിങ് ബട്ട് ദ ഡയമീറ്റർ ഓഫ് ദിസ് വീൽ. പി ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ ആണ്. അതായത് 40 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.4 മീറ്റർ ആയിരിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ്, this dimension is 0.4 meter. ഓക്കെ, ഈ ഡയമെൻഷൻ 0.4 മീറ്റർ ആണ്. ഇനി ഇത്രയും ഇത് വെച്ചിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? സോ ഞാൻ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ തിയറി ഡിസ്കസ് ചെയ്തപ്പം 3 കേസസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊരു കേസാണിത്. 2 വെലോസിറ്റി അറിയാം. ഓക്കെ, 2 വെലോസിറ്റി അറിയാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാം, ബട്ട് പാരലൽ ടു ഈച്ച് അതർ ആണ്. രണ്ടും പാരലാണ്. അപ്പോൾ ഈ കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന്, വെലോസിറ്റീൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. സോ ദിസ് ഇസ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദിസ് വെലോസിറ്റി വി പി ആൻഡ് വി ക്യൂ. ഓക്കെ, വെലോസിറ്റി വി പിക്കും വി ക്യൂവിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് വരച്ചു വെക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ പാരലൽ ആയതുകൊണ്ട് നമുക്ക് ഈ ലൈന് വെച്ചിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ പാരലൽ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റീൻ്റെ എൻഡ് പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് വേറൊരു ലൈനും കൂടി വരച്ചു വെക്കാം. Okay, so this is the line connecting the end points of the velocities, and ഈ 2 ലൈനും കൂടി ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ദാറ്റ് പോയിന്റ് വിൽ ബി യുവർ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഓക്കെ, ഫ്രം ദ ബേസിക് തിയറി ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ബേസിക് തിയറി വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എക്സാക്റ്റ് ഡയമെൻഷൻ, ഇത് 0.4 മീറ്റർ, ഇതിന് 3 മീറ്റർ പെർ സെക്കൻഡിന് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് 0.3 മീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ എന്തെങ്കിലും എടുക്കുക, ഇത് 2 സെൻറ്റിമീറ്റർ എടുക്കുക. അങ്ങനെ എക്സാക്റ്റ് ഡയമെൻഷൻ സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ജോമെട്രിക്കലി നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജോമെട്രിക്കൽ മെത്തേഡല്ല, നമ്മൾ സ്കെയിലും അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മാത്തമെറ്റിക്കലി ഈ പോയിൻ്റ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് 0.4 മീറ്ററാണ് നമുക്കറിയാം. നൗ ഞാൻ ഈ ഡിസ്റ്റൻസ്, ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു എക്സ് ആക്കി എടുത്തു. നമുക്കത് അറിയില്ല വാല്യൂ. സോ സപ്പോസ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് എക്സ് മീറ്റർ. ഇതൊരു എക്സ് എന്നാണ് വാല്യൂ എന്ന് വിചാരിച്ചു. ഇനി ഈ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ട്രയാങ്കിൾ വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഒരു ലാർജർ ട്രയാങ്കിൾ ഉണ്ട്, ഒരു പി, ഈ ഒരു ലാർജർ ട്രയാങ്കിളും അതേമാതിരി അതിൻ്റെ ഉള്ളിൽ വേറൊരു സിമിലർ ട്രയാങ്കിൾ, ചെറിയൊരു ട്രയാങ്കിളും ഉണ്ട്. ഇപ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ഈ എക്സിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡയമെൻഷൻ, ഹൊറിസോണ്ടൽ ഡയമെൻഷൻ്റെ റേഷ്യോ എടുത്തു 3:2. സോ 3/2 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ട്രയാങ്കിളിൻ്റെ ബേസ്, അതിൻ്റെ ഹൈറ്റ് ഇതാണ് 0.4 പ്ലസ് എക്സ് ആണ് ടോട്ടൽ ഹൈറ്റ്. 0.4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. അതായത് ഇങ്ങനെ 2 സിമിലർ ട്രയാങ്കിൾസ് കിട്ടിയാൽ അതിൻ്റെ റേഷ്യോ, സൈഡിൻ്റെ ഡയമെൻഷൻസിൻ്റെ റേഷ്യോ, ഈ ഡയമെൻഷൻ ഹൊറിസോണ്ടൽ ബേസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ് ബേസ് ഡിവൈഡഡ് ബൈ ഈ ഹൈറ്റ്. ഓക്കെ, ആ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും ഇങ്ങനത്തെ 2 സിമിലർ ട്രയാങ്കിൾസ് കിട്ടിയാൽ. ഓക്കെ, സോ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് വി ക്യാൻ റൈറ്റ് ദാറ്റ് 3/2 ഈസ് ഈക്വൽ ടു 0.4 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ്. ഇപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3x ഈസ് ഈക്വൽ ടു
0.8 പ്ലസ് 2x എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുക. 3x മൈനസ് 2x ഇപ്പോൾ x ഈസ് ഈക്വൽ ടു 0.8 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് ഡയമെൻഷൻ. ഈ ഡയമെൻഷൻ 0.8 മീറ്റർ ആണ്. ഓക്കെ, സോ ഇതിപ്പം ഞാൻ കറക്റ്റ് വരച്ചതല്ലാത്തതുകൊണ്ടാണ് ഈ ലെങ്ത് കുറവായിട്ട് വരുന്നത്. കാരണം ഈ ലെങ്ത്തിൻ്റെ ഡബിൾ ആയിട്ടാണ് എക്സാക്റ്റ്ലി വരിക. ഓക്കെ, 0.8 മീറ്റർ എന്ന് കിട്ടും. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോക്കുക. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഓഫ് ദ റോളർ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, ഒമേഗ. സോ അതിനെന്ത് ചെയ്താൽ മതി? വി നോ ദാറ്റ് using instantaneous center method, velocity at any point, suppose I am calculating velocity at point P, velocity at point P will be equal to, with respect to this instantaneous center, the point P will be having pure rotation. So V is equal to r omega, or r means ഈ ഡിസ്റ്റൻസ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഈ പോയിന്റ് വെച്ചിട്ട് ഇത് ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വെച്ചിട്ട് ഇതിന് പ്യുവർ റൊട്ടേഷൻ ആണ് ഉണ്ടാവുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ആർ ഒമേഗ മീൻസ് ഈ ടോട്ടൽ പി തൊട്ടിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വരെയുള്ള ഹൈറ്റ് ഇൻറ്റു ഒമേഗ ആയിരിക്കും. വി പിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പി ഐ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.4 പ്ലസ് 0.8 ആണ്, ഇൻറ്റു ഒമേഗയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഗിവ്സ് ഒമേഗ ഈസ് ഈക്വൽ ടു 3 by 0.4 പ്ലസ് 0.12. ഇത് ഒമേഗ ഈസ് ഈക്വൽ ടു 3 by ടോട്ടൽ ഹൈറ്റ് റേഡിയസ് 0.4 പ്ലസ് 0.8. സോ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ വിൽ ബി ഈക്വൽ ടു 2.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് the second question. If the velocities are in opposite direction, case 2. Case 2 means the velocities are in opposite direction. രണ്ട് വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ അഗെയിൻ നമുക്കൊരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇതാണ് പോയിൻ്റ് പി. സപ്പോസ് ഈസ് ദ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഇവിടെ പോയിൻ്റ് ക്യൂ ഉണ്ട്. പോയിൻ്റ് ക്യൂ, ദിസ് ഹൈറ്റ് ഈസ് 0.4, ദ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ വീൽ. ദെൻ ഇതിൻ്റെ വെലോസിറ്റി ഓപ്പോസിറ്റ് ആണ്. സോ ഇത് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുത്തു. ഇറ്റ് ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഓഫ് വീലാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ലൊക്കേറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. സോ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പോയിൻ്റ് പിയും ക്യൂവും പെർപെൻഡിക്കുലർ ജോയിൻ ചെയ്യുക. ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇതും പെർപെൻഡിക്കുലർ ആണ്. ഈ സ്റ്റാർട്ടിങ് വെലോസിറ്റീൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഈ ലൈൻ പി ക്യൂ. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും നേരത്തെ പോലെ തന്നെ കഴിഞ്ഞ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ എൻഡ് പോയിൻ്റ്, വെലോസിറ്റീൻ്റെ എൻഡ് പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ദ 2 എൻഡ് പോയിൻറ്റ്സ്. അത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യും. ഈ പോയിൻ്റ് ആയിരിക്കും നിങ്ങളെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഐ. ഓക്കെ, സോ ഐ എന്നുള്ള പോയിൻ്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. എഗെയിൻ ഇഫ് യു യൂസ് യുവർ ജോമെട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഡയമെൻഷൻ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ഐ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മാത്തമെറ്റിക്കലി ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ വി നോ ദാറ്റ് ദ ഡിസ്റ്റൻസ് പി ക്യൂ, ഈ പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് 0.4 തന്നിട്ടുള്ളത്. ഈ ഡിസ്റ്റൻസ് ആണ് 0.4. ഓക്കെ, നൗ സപ്പോസ് ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. ഈ ഡിസ്റ്റൻസ് കിട്ടിയാലേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ. സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് സം എക്സ്. ഓക്കെ, എക്സ് ആണെന്ന് വിചാരിച്ചു. അഗെയിൻ നേരത്തെ മാതിരി സിമിലർ ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. രണ്ട് ട്രയാങ്കിളിൻ്റെ റേഷ്യോ ഓഫ് ഇറ്റ്സ് സൈഡ്സ് വിൽ ബി
ഈക്വൽ. ഇങ്ങനെ ഈ ഒരു അതേ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പോലെ തന്നെ ഈ ഡയമെൻഷൻ, ഈ സൈഡിൻ്റെ ലെങ്ത് 3 ആണ്. 3 ഇതാണ് ഒരു ട്രയാങ്കിൾ. അതിൻ്റെ ഡയമെൻഷൻ ഇത് എന്ന് പറഞ്ഞാൽ 0.4 മൈനസ് എക്സ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇത് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ ഈ ഹൈറ്റ് എക്സ് ആണ്. ഓക്കെ, സോ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതിയാൽ 3/2 ഈസ് ഈക്വൽ ടു 0.4 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ഓക്കെ, സോ ഇത്രേ ചെയ്തുള്ളൂ. ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിളിൻ്റെ ബേസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഈ ബേസ് എന്ന് പറഞ്ഞാൽ 3 ആണ് ഡയമെൻഷൻ. ഇത് ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് 0.4 ആണ്. സോ ഇത് എക്സും ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 0.4 മൈനസ് എക്സ്. സോ ഈ സൈഡ് ഡിവൈഡ് ബൈ ഈ സൈഡ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സെയിം ബേസ്, ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഹൈറ്റ്. ഓക്കെ, 2/x. സോ ഇങ്ങനെ കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈക്വൽ ടു 3x minus 0.8 minus 2x. Okay, so equal to 3x plus 2x, 5x എന്ന് വരും. 5x is equal to 0.8. so x in the value, x is equal to 0.8 by 5 is equal to 0.16 meter എന്ന് വരും. ഓക്കെ, സോ എക്സ് കിട്ടി. ഇനി നേരത്തെ ചെയ്ത മാതിരി തന്നെ വി നോ ദാറ്റ് വെലോസിറ്റി അറ്റ് എനി പോയിന്റ്, നമുക്ക് പി ഒ ക്യു ഒ ഏത് പോയിന്റ് വേണേൽ എടുക്കാം. അറിയുന്ന വെലോസിറ്റി ഏത് വേണേൽ എടുക്കാം. സപ്പോസ് ഞാൻ പി ആണ് എടുക്കുന്നതെങ്കിൽ വെലോസിറ്റി അറ്റ് പി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ആ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഐ ഇൻറ്റു പി. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ഒമേഗ. കാരണം ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ബേസ് ചെയ്തിട്ട് ഈ പോയിന്റിന് പ്യുവർ റൊട്ടേഷനാണ്. സോ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ഇക്വേഷൻ. സോ ഇറ്റ്സ് ഈക്വൽ ടു വി പിൻ്റെ വാല്യൂ നമുക്കറിയാം 3 ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഐ പി എന്നുള്ള ഡിസ്റ്റൻസ് 0.4 മൈനസ് 0.16 എന്ന് വരും ഇൻറ്റു ഒമേഗ. സോ ദിസ് ഗിവ്സ് ഒമേഗ ഈസ് ഈക്വൽ ടു 3/0.4 മൈനസ് 0.16. സോ ദ ആൻസർ വിൽ ബി ഒമേഗ ഈസ് ഈക്വൽ ടു 12.5 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, നേരത്തെ എൻ്റെ യൂണിറ്റ് നമ്മൾ എന്താ എഴുതി, കറക്റ്റല്ല എഴുതി. ഇതിൻ്റെ യൂണിറ്റ് എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ ഈ ആൻസർ ആംഗുലർ വെലോസിറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു യൂണിറ്റ് 2.5 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. 2.5 റേഡിയൻ പെർ സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ബാക്കി അടുത്ത പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്തു നോക്കുക.